പ്രൈസിൻ്റെ പ്രശ്നങ്ങളില്ലാതെ അതേപോലെ തന്നെ കോമ്പറ്റീഷൻ്റെ ചലഞ്ചുകളില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെ സെല്ല് ചെയ്യാം അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു വെച്ചത്. ഇന്ന് നമ്മൾ ആ സംസാരിച്ചു വെച്ച ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം, എന്തൊക്കെ സ്റ്റെപ്പുകൾ അതിനെടുക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ സെഗ്മെൻറ്റ്, ആ ഒരു മാർക്കറ്റ് ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാപ്പുകൾ അവിടെ മനസ്സിലാവും. ഈ ഗ്യാപ്പുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രൂഷ്യലാണ്. അതായത് ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനായിട്ട് വളരെ യുണീക്കായിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരിക. ഈ വിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകണം, ഫീൽ ചെയ്യണം ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സൊല്യൂഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചലഞ്ചുകൾ ഉണ്ടാവും. ആ ചലഞ്ചുകൾ ഓവർകം ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവും. സ്വിഗ്ഗി സൊമാറ്റോ മാർക്കറ്റിലോട്ട് വരുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു സെഗ്മെന്റ് തന്നെ അവിടെ ഇല്ല. പക്ഷെ അവരെന്ത് ചെയ്തു, അവിടെ ആ ഒരു ഫുഡിന്റെ ആ ഒരു സർവീസ്, ആ ഒരു പാർസൽ സർവീസ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ സ്റ്റഡി ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം, ആളുകൾക്ക് ഫുഡ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അവർ വാഹനം എടുത്ത് റോട്ടിലൂടെ യാത്ര ചെയ്ത് പോകുന്ന വഴിയിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്ക് അത് തരണം ചെയ്ത് അവർ ആ റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ക്യൂ ഉണ്ടാവാം. ആ ക്യൂ തരണം ചെയ്ത് അവർ ആ ഒരു ഫുഡ് ഐറ്റമായിട്ട് തിരിച്ചു വരണം. അപ്പോൾ ഈ ഒരു പ്രശ്നം അവരെ ഒഴിവാക്കാൻ, അതായത് ആ കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന ഈ ചലഞ്ച് ഒഴിവാക്കാനായിട്ട് അവിടെ ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ആ ഒരു കൺവീനിയൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ അവർ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത് ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് വീട്ടിലോട്ട് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു വിസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ അവരോട് കൊടുക്കുന്നത്, ആളുകൾക്ക് പെട്ടെന്ന് അത് ആ ഒരു കംഫർട്ടബിളും ആ ഒരു കൺവീനിയൻസ് അവർക്ക് മനസ്സിലായി. പക്ഷെ അവിടെ ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ ഈ സർവീസ് നടത്തണമെങ്കിൽ അവിടെ സ്റ്റാഫ് വേണം, മാൻ പവർ വേണം. അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ആ ഒരു ചലഞ്ച് ഓവർകം ചെയ്യാൻ അവർ ചെയ്ത സൊല്യൂഷൻ പബ്ലിക്കിനെ അവർ ഒപ്റ്റ് ചെയ്തു. അവർ പബ്ലിക്കിനെ എൻറോൾ ചെയ്തു. അപ്പോൾ പിന്നെ അതിനൊരു സൊല്യൂഷനായി. അതുകൊണ്ട് തന്നെ അത് വളരെ സ്മൂത്തായി അവർക്ക് റൺ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ നമ്മുടെ പ്രൊഡക്റ്റും നമ്മുടെ സർവീസും മാർക്കറ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ യുണീക്കായിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചുമായിട്ട് കൊണ്ടുവരിക. ആ ചേഞ്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയുള്ള തക്കതായ സ്ട്രാറ്റജി കൊണ്ടുവന്ന് ആ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പ്രൈസിൻ്റെ കോമ്പറ്റീഷൻ ഇല്ലാതെ, ചലഞ്ചുകളില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും മാർക്കറ്റിൽ ഈസി ആയിട്ട് വിൽക്കാം.